വടകരയുടെ പ്രിയങ്കരനായ വടകരയുടെ പ്രിയങ്കരനായ ജനനായകൻ ഷാഫി പറമ്പിൽ എംഎൽഎയും കോഴിക്കോടിന്റെ പ്രിയ നായകൻ എം കെ രാഘവൻ എംപിയും ഇടത്തനാടിന്റെ നായകൻ പ്രിയങ്കരനായ എം കെ രാഘവൻ എംപിയും ഷാഫി പറമ്പിൽ എംഎൽഎയും നേതൃത്വം നൽകുന്ന ഐതിഹാസികമായ നൈറ്റ് മാർച്ചാണ് കടന്നു വരുന്നത്. ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കോഴിക്കോടിന്റെ ജനനായകൻ എം കെ രാഘവൻ എംപിയും പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ എംഎൽഎയും നയിക്കുന്ന ഐതിഹാസികമായ നൈറ്റ് മാർച്ചാണ്. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഈ രാജവീതികളെ ധന്യമാക്കിക്കൊണ്ട് സാമൂതിരികളെയും പഴശ്ശികളെയും പോരാട്ടത്തിന്റെ കുടമ്പടികൾക്ക് കാതോർത്തുമെന്ന കോഴിക്കോടിന്റെ കടപ്പുറത്തിന്റെ മണ്ണിലൂടെ കടന്നു വരുന്നത് അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ സമരകം സമർപ്പിക്കുക. പൗരത്വ ഭേദഗതി ബില്ലിനെ കാലത്തിന്റെ ചവിട്ടുകെട്ടുകളിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോടിന്റെ പ്രിയങ്കരനായ ജനനായകൻ എം കെ രാഘവൻ എംപിയും പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ എംഎൽഎയും നയിക്കുന്ന ഐതിഹാസികമായ നൈറ്റ് മാർച്ചാണ്. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റ് പോലെ പ്രതിഷേധത്തിന്റെ അഗ്നിജാലകൾ തീർത്തുകൊണ്ട് ഈ രാജവീതികളിലൂടെ കടന്നു വരുന്നത് പ്രിയങ്കരനായ എം കെ രാഘവൻ എംപിയും ഷാഫി പറമ്പിൽ എംഎൽഎയും നേതൃത്വം നൽകി. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഈ രാജ്യത്തിന്റെ മണ്ണിനെ വിഭജിക്കാൻ ശ്രമിക്കുന്നവരോട് അനുവദിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് കോഴിക്കോടിന്റെ ജനനായകൻ എം കെ രാഘവൻ എംപിയും പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ എംഎൽഎയും നേതൃത്വം നൽകുന്ന ഐതിഹാസികമായ നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഈ രാജവീതികളിലൂടെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട രാഘവേട്ടൻ പോയ 15 വർഷക്കാലം കോഴിക്കോട്ടെ ജലഹൃദയങ്ങളിൽ താമസിച്ച പ്രിയപ്പെട്ട രാഘവേട്ടൻ പ്രളയകാലത്ത് ദുരന്തകാലത്ത് ഈ നാടിന്റെ കണ്ണീരൊപ്പിയ പ്രിയപ്പെട്ട രാഘവേട്ടൻ നയിക്കുന്ന ഷാഫി പറമ്പിൽ എംഎൽഎ നയിക്കുന്ന ഐതിഹാസികമായ നൈറ്റ് മാർച്ച് ഇതായി വഴി കടന്നു വരുന്നു. അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ. ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ, ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ ശക്തികളെ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട രാഘവേട്ടൻ നയിക്കുന്ന ഷാഫി പറമ്പിൽ എംഎൽഎ നയിക്കുന്ന ഐതിഹാസികമായ നൈറ്റ് മാർച്ച് ഇതായി ഈ വെഴുത്താരെ ധന്യമാക്കി കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, കോഴിക്കോടിന്റെ ദുഃഖങ്ങളിൽ, കോഴിക്കോടിന്റെ പ്രയാസങ്ങളിൽ കോഴിക്കോട്ടെ ജനങ്ങൾക്കൊപ്പം നിന്ന പ്രിയപ്പെട്ട രാഘവേട്ടൻ നയിക്കുന്ന ഷാഫി പറമ്പിൽ എംഎൽഎ നയിക്കുന്ന നൈറ്റ് മാർച്ച് ഇതായി വെഴുത്താരെ ധന്യമാക്കി കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ എംഎൽഎയും കോഴിക്കോടിന്റെ ജനനായകൻ കോഴിക്കോടിന്റെ സുഖദുഃഖങ്ങളിൽ നിരസാന്നിധ്യമായ കോഴിക്കോടിന്റെ നാടീമിടിപ്പുകൾ സ്വന്തമായി അറിയുന്ന പ്രിയപ്പെട്ട രാഘവേട്ടൻ നയിക്കുന്ന ഐതിഹാസികമായ നൈറ്റ് മാർച്ച് പിറന്നു വീണ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശങ്ങൾ ധ്വംസിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ലിനെ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്നുറക്കെ പ്രഖ്യാപിച്ച് കോഴിക്കോടിന്റെ ജനനായകൻ എം കെ രാഘവൻ എംപിയും പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ എംഎൽഎയും നയിക്കുന്ന നൈറ്റ് മാർച്ചാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാക്കന്മാർക്കൊപ്പം ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ടിപ്പുവിന്റെയും സാമൂതിരികളുടെയും കുതിരക്കുളമ്പടികൾക്ക് കാതോർത്ത് വെച്ച കടപ്പുറത്തിന്റെ രാജവീതികളിലൂടെ കടന്നു വരുന്നത് അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ സമരകം സമർപ്പിക്കുക. കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് കോഴിക്കോടിന്റെ മണ്ണും മനസ്സും ആവാഹിച്ചെടുത്ത കോഴിക്കോടിന്റെ പ്രിയങ്കരനായ ജനനായകൻ എം കെ രാഘവൻ എംപിയും കരിമ്പറകളുടെ നാട്ടിൽ നിന്ന് കടത്തനാടിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ എംഎൽഎയും നേതൃത്വം നൽകുന്ന പൗരത്വ ഭേദഗതി ബില്ലിനെ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഐതിഹാസികമായ നൈറ്റ് മാർച്ചാണ്. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ പ്രിയങ്കരനായ രാഘവേട്ടനും പ്രിയങ്കരനായ ഷാഫി പറമ്പിലും നേതൃത്വം നൽകിക്കൊണ്ട് ഈ രാജവീതികളിലൂടെ കടന്നു വരുന്നത് അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ സമരകം സമർപ്പിക്കുക.
പിറന്നു വീണ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശങ്ങൾ പോലും ധംസിക്കപ്പെടുന്ന പൗരത്വ ഭേദഗതി ബില്ലിന് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്നിലേക്ക് പ്രഖ്യാപിച്ച് ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റ് പോലെ ആളിപ്പടർന്ന തീജ്വാല പോലെ പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ തീർത്തുകൊണ്ട് കോഴിക്കോടിന്റെ സ്വന്തം കോഴിക്കോടിന്റെ ജനനായകൻ കോഴിക്കോടിന്റെ നാടീ മതിപ്പുകൾ തൊട്ടറിഞ്ഞ കോഴിക്കോടിന്റെ നാടീ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ പ്രിയങ്കരനായ ജനനായകൻ എം കെ രാഘവൻ എംപിയും പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ എംഎൽഎയും നേതൃത്വം നൽകുന്ന ഐതിഹാസികമായ നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ സാമൂതിരിയുടെയും ടിപ്പുവിന്റെയും പടയോട്ടത്തിന്റെ കുതിരക്കുളമ്പരികൾക്ക് കാതോർത്തു നിന്ന് കോഴിക്കോടിന്റെ രാജവീതികളിലൂടെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ സബനയം സമർപ്പിക്കുക. കോഴിക്കോടിന്റെ മണ്ണും മനസ്സും ആവാഹിച്ചെടുത്ത കോഴിക്കോടിന്റെ ജനനായകൻ എം കെ രാഘവൻ എംപിയും പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ എംഎൽഎയും നേതൃത്വം നൽകി പൗരത്വ ഭേദഗതി ബില്ലിനെ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്നൊക്കെ പ്രഖ്യാപിച്ച് ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റ് പോലെ ആളിപ്പടരുന്ന തീജ്വാല പോലെ പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ തീർത്തുകൊണ്ട് പ്രിയങ്കരനായ കോഴിക്കോടിന്റെ ജനനായകൻ എം കെ രാഘവൻ എംപിയും കോഴിക്കോടിന്റെ മണ്ണും മനസ്സും ആവാഹിച്ചെടുത്ത ജനനായകൻ എം കെ രാഘവൻ എംപിയും പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ എംഎൽഎയും നേതൃത്വം നൽകുന്ന ഐതിഹാസികമായ നൈറ്റ് മാർച്ച് പോരാട്ടത്തിന്റെ ഇതിഹാസങ്ങൾ തുന്നിച്ചേർത്ത് കോഴിക്കോട് കടപ്പുറത്തിന്റെ മണ്ണിലേക്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ നിലമണിഞ്ഞ മണ്ണിലേക്ക് പ്രിയങ്കരനായ രാഘവേട്ടനും പ്രിയങ്കരനായ ഷാഫി പറമ്പിലും കോഴിക്കോടിന്റെ മണ്ണ് മനസ്സുമാഹിച്ചെടുത്ത് പ്രിയങ്കരനായ രാഘവേട്ടനും ഷാഫി പറമ്പിൽ എംഎൽഎയും നയിക്കുന്ന ഐതിഹാസികമായ നൈറ്റ് മാർച്ച് പോരാട്ടത്തിന്റെ നിലമണിഞ്ഞ മണ്ണിലേക്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരുപാട് രക്തസാക്ഷികളുടെ രക്തം ചിന്തിയ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് ഈ രാജവീതികളിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, എല്ലാ നേതാക്കന്മാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ വണ്ടി പോകാനുള്ള സൗകര്യം ചെയ്തു തരണം. നേതാക്കന്മാരെ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് കയറി നിൽക്കണം. ബഹുമാനപ്പെട്ട നേരത്തെ യാത്ര നയിച്ചു വന്ന നേതാക്കന്മാർ മാത്രം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് കയറി നിൽക്കുക. ബാക്കി എല്ലാവരും മാറി വണ്ടി മുന്നോട്ട് വരാനുള്ള അവസരം ഉണ്ടാക്കുക. വണ്ടി മുന്നോട്ട് വരാനുള്ള അവസരം ഉണ്ടാക്കുക. പ്രിയപ്പെട്ടവരെ, കയറിക്ക് ഇസ്മായിൽ സാഹിബ് കയറിക്ക് ശരിയല്ല, മാറും തമ്പി മാറ് വണ്ടി എടുക്കട്ടെ. ആ പന്തം ഒരു ഭാഗത്തേക്ക് ആ പോസ്റ്റ് അടുത്തേക്ക് മാറ്റിവെക്കുക. വണ്ടി മുന്നോട്ട് പോകണം. വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഐതിഹാസികമായ ഈ സമരം മതി ഐതിഹാസികമായ സമര പോരാട്ടം, അതിന് ഈ നൈറ്റ് മാർച്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ നീറുന്ന പ്രശ്നമായി മാറിക്കൊണ്ട് പൗരത്വ ഭേദഗതി ബില്ല് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാമെന്ന സംഘപരിവാറിന്റെ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ BJP സർക്കാരിന്റെ നിലപാട് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ എം കെ രാഘവൻ എംപിയും ബഹുമാനരായ ഷാഫി പറമ്പിൽ എംഎൽഎയും ഈ പരിപാടിയിൽ നിങ്ങളെ അഭിസംബോധനയോട് സംസാരിക്കുകയാണ്. ഈ ചടങ്ങില് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ പി മൈൻ ആജി അവർകളാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാറാണ്. ഈ ജാഥയ്ക്ക് സ്വാഗതമായി ശബ്ദിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട റസാഖ് മാസ്റ്ററാണ്. ഞാൻ റസാഖ് മാസ്റ്ററെ ഈ സ്വാഗതമായി ശബ്ദിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ക്ഷണിക്കുന്നു. ദയവ് ചെയ്ത് എല്ലാവരും വണ്ടിക്ക് പിറകിലുള്ള ആളുകളൊക്കെ അല്പം മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Raga.
അറബിക്കടലിന് സമാനമായി ഒഴുകിയെത്തിയ UDF-ന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, ബഹുമാന്യരായ UDF-ന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന കോഴിക്കോട് പാർലമെന്റ് അംഗം ബഹുമാന്യനായ MK രാഘവേട്ടൻ, പാലക്കാട് MLA-യും വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ഒരു ഇതിഹാസമായി മാറിയ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാന്യനായ MC മായിൻ ഹാജി ഉൾപ്പെടെയുള്ള സമാദരണീയരായ UDF-ന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, നമ്മൾ ഒരുമിച്ച് കൂടിയത് രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിലാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ രാജ്യത്തിന് മതേതരത്വം സംരക്ഷിക്കാനാണ്. ഭാരതത്തിന്റെ അഖണ്ഡത തകർത്തുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഉണ്ട് എന്ന് വിളിച്ചോതുന്ന ശക്തിപ്രകടനമാണ് മാർച്ചാണ് ഇന്ന് രാത്രിയിൽ 10 മണിക്ക് ഇവിടെ ആരംഭിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം തകരുകയാണ്, നമ്മുടെ ഇന്ത്യ തകർത്തുകൊണ്ടിരിക്കുകയാണ്, മതേതരത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, ഭരണഘടന പൊളിച്ചെഴുതാൻ വേണ്ടി പോവുകയാണ്. രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിലൂടെ വീണ്ടും രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയുള്ള വ്യാമോഹമായി ഇറങ്ങിയിട്ടുള്ള നരേന്ദ്രമോദി പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് തിടുക്കപ്പെട്ട് പ്രഖ്യാപിച്ച CAA ഈ രാജ്യത്ത് നടപ്പാക്കാൻ നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്ന് ഈ രക്തസാക്ഷി മണ്ഡപത്തിലെ അങ്കിയുറങ്ങുന്ന മഹാരഥന്മാരെ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടം അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കമാണ്. കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ഷഹീൻബാഗ് പങ്കെടുത്തുകൊണ്ട് 10,000 നടന്നതുപോലെ ഈ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി പോരാട്ട ഭൂമിയിൽ അണിനിരന്ന UDF-ന്റെ നേതാക്കന്മാരും ബഹുമാന്യരായ നമ്മുടെ സഹപ്രവർത്തകന്മാരും അനുഭവിച്ച പീഡനം, അനുഭവിച്ച യാതന, അവർക്കെതിരെയുള്ള കള്ളക്കേസുകൾ ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവിടെ ഇടതുപക്ഷം നടത്തുന്ന കപട പറയുമ്പം തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് വിശ്വസിക്കുന്നത്. 894 കേസുകൾ എടുത്ത് ആ കേസുകളൊക്കെയും FIR ആക്കി കോടതിയിൽ സമർപ്പിച്ചിട്ട് ആ കേസുകൾ കേവലം പരിമിതമായത് മാത്രം പിൻവലിച്ച് എല്ലാ കേസുകളും പിൻവലിച്ച് ഞങ്ങൾ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായുള്ള പോരാട്ടത്തിൽ ഉണ്ടാകുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങെവിടെ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്കെതിരായ കേസ് പിൻവലിക്കാതെ ഞങ്ങൾ രാജ്യത്ത് നടപ്പാക്കില്ല എന്ന്, ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് നിങ്ങൾ പറയുന്നത് വങ്കത്വമാണ്, വിഡ്ഢിത്തമാണ്, ജനങ്ങളെ പറ്റിക്കാനാണ്. പക്ഷേ ജനങ്ങൾ മഞ്ചരിയിൽ ഒരിക്കലും വീഴില്ല. പിണറായി വിജയന്റെ വാഗ്ദാനം ഈ രാജ്യത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. ഇവിടെ വാഗ്ദാനം നൽകുന്നത് കോൺഗ്രസാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകുന്ന വാഗ്ദാനം, ഇന്ത്യ മുന്നണി നൽകുന്ന വാഗ്ദാനം ഈ രാജ്യത്തിലെ ജനങ്ങളെ ഒന്നായി കൊണ്ടുപോകും, ഈ രാജ്യത്തെ മതങ്ങളെ വേർതിരിക്കില്ല എന്നുള്ള വാഗ്ദാനം. ആ വാഗ്ദാനം നടപ്പാക്കാൻ ഇന്ത്യ മുന്നണിക്ക് കരുത്താകാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് നേതൃത്വം നൽകിയ 2 ധീര നേതാക്കന്മാരെ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി പാർലമെന്റിനകത്ത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പോരാട്ട ഭൂമിയിൽ നിന്നുകൊണ്ട് ഗർജിച്ചിട്ടുള്ള പ്രിയപ്പെട്ട രാഘവേട്ടൻ 2 തവണ പാർലമെന്റിൽ നിന്ന് നരേന്ദ്രമോദി അങ്ങ് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ബഹുമാന്യനായ രാഘവേട്ടൻ ഇന്ത്യയുടെ പാർലമെന്റിലും ഉണ്ടാകും, ഇന്ത്യയുടെ ക്യാബിനറ്റിലും ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഇതാ വരുന്ന ഒന്നുകൂടി കോഴിക്കോടിന്റെ സംഭാവന, അത് ഞങ്ങളുടെ ഷാഫിയാനാണ് എന്ന് മനസ്സിലായില്ലേ? ഷാഫിയാണെന്ന് വടകരയിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? ഷാഫിയുടെ പങ്കാളിത്തം, ഷാഫിയുടെ ജനപിന്തുണ എന്താണെന്ന് നിങ്ങൾ മനസ്സിലായില്ലേ? ഷാഫി വിസിറ്റിംഗ് മിസൈൽ അല്ല വന്നത്, ഷാഫി പെർമനന്റ് മിസൈലാണ് കോഴിക്കോട്ടേക്ക് വന്നത്. ആ ഷാഫിയും അതുപോലെ രാഘവേട്ടനുമാണ് ഈ ജാഥ അയച്ച ഇരുവരെയും ഒരിക്കൽ കൂടി UDF-ന് വേണ്ടി ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കേറെ പ്രിയങ്കരായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ, സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള MC മായിൻ ഹാജി അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രൗഢഗംഭീരമായ നേതൃത്വം കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ സാന്നിധ്യവും നേതൃത്വവുമായ DCCയുടെ പ്രിയങ്കരനായ അധ്യക്ഷന്റെ സഹപ്രവർത്തകൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അവർകളെ ആദരപൂർവ്വം ഞാൻ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ സംബന്ധിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. വടകര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള, മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പ്രിയപ്പെട്ട TD ഇസ്മായിൽ, മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട CK സുബൈർ, അതോടൊപ്പം ബഹുമാന്യായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി UC രാമൻ, DCCയുടെ മുൻ അധ്യക്ഷൻ പ്രിയപ്പെട്ട ബഹുമാന്യനായ KC അബു സാഹിബ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ
തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് PM നിയാസ് KPCC ജനറൽ സെക്രട്ടറി, അതോടൊപ്പം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിൽ മുഴുനീള എല്ലാ കാലഘട്ടങ്ങളിലും നിറഞ്ഞു നിന്ന് നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന CMPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ MBRന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള CN വിജയേഷൻ ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരെയും, ഒരുപാട് നേതാക്കന്മാർ ഇതിൽ അണിനിരന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയാനുള്ള സമയക്കുറവ് കാരണം എല്ലാവരും ക്ഷമിക്കണം എന്ന അഭ്യർത്ഥനയോടെ മാധ്യമ സുഹൃത്തുക്കളടക്കം ഇതിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും ഹൃദയംഗമമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദവിയിലേക്ക് അഭ്യർത്ഥനായ DCC പ്രസിഡന്റ് അവർകളെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, അഭിവാദനങ്ങൾ. ഇവിടെ പിറകുവശത്തുള്ള മുഴുവൻ ആളുകളും മുൻവശത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ജീപ്പിന്റെ പിറകുവശത്തുള്ള മുഴുവൻ ആളുകളും നമ്മുടെ UDFന്റെ സഹോദരന്മാർ മുൻവശത്തേക്ക് കയറുന്നതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഐക്യ ജനാധിപത്യമുള്ള നേതാക്കളെ സംസാരിക്കുന്നത് പ്ലീസ്. ഈ അവിസ്മരണീയമായ നൈറ്റ് മാർച്ച് നേതൃത്വം കൊടുത്ത കോഴിക്കോടിന്റെ UDFന്റെ ഉജ്ജ്വലനായ സ്ഥാനാർത്ഥി, ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന MK രാഘവൻ എന്ന രാഘവേട്ടൻ, കരിമ്പലയുടെ നാട്ടിൽ നിന്നും കടത്തനാടിന്റെ മനസ്സ് കിടക്കിയ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇത് കോഴിക്കോട് കടപ്പുറമാണ്. ഇത് ചരിത്രമുള്ള മണ്ണാണ്. ഇവിടെ തുടങ്ങിയ പോരാട്ടമൊന്നും തോറ്റ ചരിത്രമുണ്ടായിട്ടില്ല നാളിതുവരെയായിട്ട്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു കണ്ടപ്പോൾ ഫാസിസ്റ്റായ നരേന്ദ്രമോദി പൌരത്വ ഭേദഗതി നിയമം പാസാക്കിയിരിക്കുന്നു. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ആ നിയമത്തിനെതിരെ പോരാടിയ പാർട്ടിയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ലീഗ് ഉൾപ്പെടെയുള്ള UDFും. ഈ നിൽക്കുന്ന MK രാഘവൻ പാർലമെന്റിനകത്ത് അതിനെതിരെ പോരാടി സസ്പെൻഷൻ വാങ്ങിയ MP ആണ് എന്ന് എടുത്തു പറയാൻ നമുക്ക് ഒരുപാടുണ്ട്. ഈ നിൽക്കുന്ന ഷാഫി പറമ്പിൽ പൌരത്വ ഭേദഗതി കേസിൽപ്പെട്ട് നിരവധിയായ കേസുകളിൽ ജയിലിൽ പോയാണ് ഷാഫി പറമ്പിൽ. കോഴിക്കോട് ജില്ലയിൽ ഞാനും നിയാസ് വക്കീലും സിദ്ദിഖും നിതേഷ് ഉൾപ്പെടെയുള്ള 52 കോൺഗ്രസുകാർ ജയിലിൽ കിടന്നത്. റസാഖ് മാഷും ഇസ്മയിലും പാറക്കിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ, CN വിജേഷ് ഉൾപ്പെടെ നേതാക്കൾ എല്ലാവരും കേസിൽ പ്രതികളാണ്. ആരാ കേസെടുത്തത്? നരേന്ദ്രമോദിക്ക് സമരം ചെയ്തപ്പോൾ ഈ വൃത്തികെട്ട പിണറായി വിജയനാണ് നമ്മൾക്കെതിരെ കേസെടുത്തത്. അവരാണ് നമ്മളെ ഇപ്പോൾ മതേതരത്വവും വർഗീയതയ്ക്കുള്ള പോരാട്ടവും പഠിപ്പിക്കാൻ വരുന്നത്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഒരു നരേന്ദ്രമോദിയല്ല, 1000 നരേന്ദ്രമോദി കാണിച്ചാലും നമ്മളിൽ ഒരുത്തൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ നിയമം നടപ്പാക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നൈറ്റ് മാർച്ചിന്റെ, മഹത്തായ നൈറ്റ് മാർച്ചിന്റെ, ചരിത്രമുള്ള കോഴിക്കോടിന്റെ മണ്ണിൽ മറ്റൊരു ചരിത്ര സമവാക്യമാക്കിയ നൈറ്റ് മാർച്ചിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ ഏറെ അഭിനന്ദനായ നമ്മുടെ നേതാവ്, കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട MC മൈലിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് അധ്യക്ഷൻ പ്രവീൺ കുമാർ, നമ്മുടെ കോഴിക്കോടിന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, നമ്മുടെയൊക്കെ ആവേശമായ MK രാഘവൻ MP, വടകര ആവേശപൂർവ്വം ഏറ്റെടുത്ത 10,000 ഒന്നിച്ചു വന്ന് ആവേശപൂർവ്വം കെട്ടിപ്പുണർന്ന് ഏറ്റെടുത്ത നമ്മുടെ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ, ഇവിടെ സന്നിധരായ, ഇവിടെ സ്വാഗതം പറഞ്ഞ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, ഇലക്ഷൻ കമ്മിറ്റി കോഴിക്കോട് പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് PM നിയാസ് തുടങ്ങി ഇവിടെ സന്നിധരായ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്, യൂത്ത് ലീഗ് സെക്രട്ടറി ജിഷാൻ, ഇവിടെ സന്നിഹിതരായ ബഹുമാന്യരായ നേതാക്കളെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ സുപ്രധാനമായ ഒരു കാര്യത്തിനാണ് നമ്മൾ ഇന്ന് ഇവിടെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ ഒന്നും പറയാനില്ല, 10 കൊല്ലത്തെ ഭരണം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒന്നും പറയാനില്ല എന്നുറപ്പിച്ച നരേന്ദ്രമോദിയുടെ സർക്കാർ പൗരത്വ നിയമം എന്ന ഇമ്പാച്ചി കാണിക്കുകയാണ്. ഈ ഇമ്പാച്ചി കാണിച്ച് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ, ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വിരട്ടാമെന്ന് നരേന്ദ്രമോദി കരുതണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇവിടെ ജനിച്ചവരാണെങ്കിൽ ഇവിടെ തന്നെ അന്തസ്സായി ജീവിച്ച് മരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ഇവിടെ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു മരിക്കാൻ തയ്യാറാണ്. ഈ രാജ്യത്ത് ഒന്നിച്ച്, ഈ രാജ്യത്തെ നെഞ്ചോട് ചേർത്ത്, ഈ രാജ്യത്തെ
ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിമീങ്ങൾ നിങ്ങൾ പൗരത്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഇവിടെ ഒന്നിച്ചു മരിക്കും ഇന്ത്യക്കാരായി. ഒരു സംശയവും വേണ്ട. ഇന്ത്യ രാജ്യം അതിന് സമ്മതിക്കുകയില്ല. തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പോലും നടക്കുമോ എന്ന് പലരും സംശയത്തിലാണ്. തെരഞ്ഞെടുപ്പ് പോലും നടക്കുമോ? ഈ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അറബിക്കടലിലേക്ക് തൂത്തെറിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കാൻ വൈകി കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് നടന്നാലും നടന്നില്ലെങ്കിലും ഈ നരേന്ദ്രമോദിയെ ഞങ്ങൾ തൂത്തെറിയും. ഒരു സംശയവും വേണ്ട. ഇന്ത്യ രാജ്യത്തെ 6 പതിറ്റാണ്ട് കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹിതമായ ഭരണ പാരമ്പര്യമുണ്ടല്ലോ. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ഒന്നിച്ച് മാറുകൊണ്ടടക്കി പിടിച്ച് ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇന്ത്യ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ഒരു സംശയവും വേണ്ട. അങ്ങനെ വന്നാൽ ഇവരൊന്നും തന്നെ ഇവിടെ ഉണ്ടാവുകയില്ല. ഇവരവിടെ നടത്തിയ അഴിമതിയും കൊള്ളനാമയും ഒക്കെ നമുക്കറിയാം. എല്ലാറ്റിന്റെയും സ്ഥാനം ജയിലിലായിരിക്കും. ഒരു സംശയവുമില്ല. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ അവരുടെ പൗരത്വമില്ലായ്മ ചെയ്യാൻ ശ്രമിച്ച എല്ലാവരും അവർ ചെയ്ത കൊടും ക്രൂരതക്ക് അവർക്ക് എണ്ണി കണക്ക് പറയേണ്ടി വരും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ മതേതര വിശ്വാസികളായ ജനങ്ങളാണ് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം. അവർ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുന്നു ഈ ഫാസിസ്റ്റുകളെ തൂത്തെറിയാൻ. ഈ ഫാസിസ്റ്റുകളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവരൊക്കെ 2 അക്കം തികക്കാൻ ഇന്നത്തെ ഭരണകക്ഷിക്ക് സാധിക്കുകയില്ല. 84 മഹാനായ രാജീവ് ഗാന്ധി ചെയ്തതുപോലെ 2 അക്കത്തിൽ ഒതുക്കി, കേവലം 2 എണ്ണത്തിൽ ഒതുക്കി മാറ്റി നിർത്തിയതുപോലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മതേതര മുന്നണി, ഇന്ത്യ മുന്നണി ഇവരെ 2 അക്കം തികയ്ക്കാതെ മാറ്റി നിർത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പൗരത്വ ഭേദഗതി നിയമവും ഒരു നിയമവും ഇവിടെ നടപ്പിലാവാൻ പോകുന്നില്ല. അതോടൊപ്പം ഇതിനെതിരെ വാദവരാതെ സംസാരിച്ചിരുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ പൗരത്വ നിയമം നടപ്പിലാക്കുമ്പോൾ പൗരത്വമില്ലാത്ത ആളുകളെ പാർപ്പിക്കാൻ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ കാപട്യം ഈ നാട്ടിലെ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങളും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒത്തുകളിയുണ്ടല്ലോ, അത് മാറി ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ ഈ രാജ്യത്ത് കാണിച്ച, ഈ നാട്ടിൽ കാണിച്ച കൊടിയ അഴിമതിക്ക് നിങ്ങളാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയുള്ള ജയിലിൽ പാർക്കേണ്ടി വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നു. ഒരു സംശയവും വേണ്ട. ഈ നിയമം അറബിക്കടലിൽ എറിയും. ഈ നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാവില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ നടക്കുകയില്ല. 6 പതിറ്റാണ്ട് കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണത്തിന് ഒരു തുടർച്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും കാത്തിരുന്നോളും. ഇവരുടെ ഈ ഫാസിസം തുടച്ചു നീക്കാൻ നമുക്ക് ഒന്നിച്ച് പോരാടാം, പടപൊരുതാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവർ, ഇത് പെട്ടെന്ന് അവസാനിക്കും. ഈ മാർച്ചിന്റെ നായകർ അവസാനം സംസാരിക്കുന്ന 2 നേതാക്കൾ. ആദ്യമായി വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ പാറക്കൽ അബ്ദുള്ള XMLA സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കും. ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ഈ നൈറ്റ് മാർച്ച്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. KPCCയുടെ ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനറുമായ അഡ്വക്കേറ്റ് PA നിയാസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നൈറ്റ് മാർച്ച് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ പ്രിയങ്കരനായ MK രാഘവൻ MP യും നമ്മുടെ യുവജനങ്ങളുടെ
പ്രിയപ്പെട്ട താരവുമായ ഷാഫി പറമ്പിൽ കൂടിയാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KP കേശവമേനോനും കുട്ടി മാളുവമ്മയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ മോദുവലി സാഹിബ് അടക്കമുള്ള ആളുകൾ ചെയ്ത സമരം, മധുരമാൻ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപ്പ് സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഈ മണ്ണിൽ നിന്നും ഈ ജനനായകന്മാർ തുടങ്ങിവെച്ച യുദ്ധം അത് നരേന്ദ്രമോദിയല്ല, 1000 നരേന്ദ്രമോദി വന്നാലും ഈ നിയമം നടപ്പിലാക്കുവാൻ ഞങ്ങളൊക്കെ ജീവനുള്ളിടത്തോളം കാലം സാധിക്കയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. CMBയുടെ സംസ്ഥാന മിഷൻ സെക്രട്ടറി പ്രിയപ്പെട്ട CN വിജയകൃഷ്ണൻ. പ്രിയമുള്ളവരെ, സമയം വളരെ വൈകിയിരിക്കുന്നു. നോമ്പ് കാലമാണ്. വലിയ പ്രസംഗം നടത്തുന്നില്ല. പക്ഷെ എനിക്കൊരു സംശയം മാത്രമേ ഉള്ളൂ. BJPയുടെ നേതാവും BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റുമായ സുരേന്ദ്രൻ പറഞ്ഞു, കൊല്ലത്തൊരു ജയിലുണ്ടാക്കിയിട്ടുണ്ട്. അത് CAയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനാണ്. ആ ജയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഗവൺമെന്റ് മറുപടി പറയണം. എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി മറുപടി പറയണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കേരളത്തിൽ എന്തിനാണ് ജയില് എന്ന് പറയേണ്ട ബാധ്യതയില്ലേ? ഇല്ലെങ്കിൽ സുരേന്ദ്രൻ കള്ളത്തരം പറഞ്ഞു എന്ന് പറയാനുള്ള നട്ടല്ലെങ്കിൽ CPMന് വേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത്രമാത്രം ചോദിച്ചുകൊണ്ട് രാഘവേട്ടനെയും ഷാഫിയെയൊക്കെ നമ്മൾ പാർലമെന്റിലേക്ക് അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ. സ്നേഹമുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ സ്നേഹത്തെരുവുകളിൽ വർഗീയതയുടെ വേദാളന്മാരായിട്ട് മാറിയിട്ടുള്ള നരേന്ദ്രമോദി എന്നുള്ള കാട്ടാള ഭരണത്തെ അറബിക്കടലിൽ എറിയാൻ നമ്മുടെ മുമ്പിൽ ജനനായകരായിട്ട് വന്നിട്ടുള്ള പ്രിയപ്പെട്ട രാഘവേട്ടനെയും പ്രിയപ്പെട്ട ഷാഫിയെയും പിന്തുണച്ചുകൊണ്ട് ഇനിയുള്ള ദിനങ്ങൾ നമ്മുടേതാണ്, ഐക്യജനാധിപത്യ മുന്നണിയുടേതാണ് എന്ന് ഉറപ്പിക്കുക. CAA അറബിക്കടലിൽ, UDF സിന്ദാബാദ്. CAA അറബിക്കടലിൽ. പ്രിയപ്പെട്ടവർ, അടുത്തായി സംസാരിക്കുന്നത് ഇന്നലത്തെ കോഴിക്കോട്ടെ MP, ഇന്നത്തെ MP, നാളത്തെയും MP ശങ്കരൻ. പൌരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള ഫാസിസ്റ്റ് നിയമത്തിനെതിരെ പാർലമെന്റിൽ പോരാടാൻ പോകുന്ന അഭിമന്യനായ നേതാവ് MK രാഘവൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത ലീഗിന്റെ സമുന്നതനായ നേതാവ് ശ്രീ MC മൈനാജി, പ്രിയപ്പെട്ട UDF നേതാക്കൾ ശ്രീ വിജയകൃഷ്ണൻ, ശ്രീ PM നിയാസ്, ശ്രീ ഫാറക്കൽ അബ്ദുള്ള, ശ്രീ TT ഇസ്മായിൽ, വടകരയിലെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പൌരത്വ നിയമത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ, ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരങ്ങളെയും ആദ്യമായി അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുക. ഈ പൌരത്വ ബില്ലുമായി സഭയിൽ വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ UDF MPമാരും സഭയിലെ UPAയുടെ മുഴുവൻ MPമാരും അതിശക്തമായി പ്രതിഷേധിക്കുകയും ഈ ബില്ലിനെതിരായി അമെൻമെന്റ് കൊടുക്കുകയും
ഈ അമെന്റ്മെന്റ് ഒന്നും സ്വീകരിക്കാതെ ശബ്ദ വോട്ടോടെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. 4 വർഷമായി ഈ നിയമം പാസ്സായിട്ട് 4 വർഷമായി പാസ്സാക്കിയ നിയമം നടപ്പിലാക്കാൻ തയ്യാറാകാതിരുന്ന ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കാനുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല. SBI ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പ്രതിക്കൂട്ടിലായെന്ന് മാത്രമല്ല, ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്ത് നൽകാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇന്ന് പൌരത്വ നിയമം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വീഴുന്ന മുഴുവൻ ആളുകൾക്കും അവകാശം തുല്യമാണ്. പൌരത്വ നിയമ ഭേദഗതിയിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. 2016 ഡിസംബർ 31 മുമ്പ് ഉള്ള ഇന്ത്യയിൽ കുടിയേറി പാർത്തിട്ടുള്ള ഹിന്ദുക്കൾ, സിഖുകാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ, ജൈനർ, ബൌദ്ധർ ഇവർക്ക് മാത്രമാണ് പൌരത്വാവകാശം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ രാജ്യത്തെ മുസ്ലിം ജനസാമാന്യത്തെ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ നിയമം നടപ്പിലാക്കാൻ മോദിയും അമിത്ഷായും മുന്നോട്ട് വന്നാൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി കയ്യം കെട്ടി വെറുതെ ഇരിക്കില്ല എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാനൊരു തികഞ്ഞ വിശ്വാസിയാണ്. ഞാൻ 32 തവണ ശബരിമലക്ക് പോയ ആളാണ്. ഞാൻ എല്ലാ മാസവും ഞാൻ ഗുരുവായൂർ പോകുന്ന ആളാണ്. ഞാൻ പൂർണ്ണ വിശ്വാസികൾക്ക് ഞാൻ പറയട്ടെ, ഈ രാജ്യത്തെ പൌരത്വ നിയമം നടപ്പിലാക്കി ഭരിച്ചു കളയാം എന്നാണ് മോദി ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ശവശരീരത്തുമേ ചവിട്ടി വേണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ കോൺഗ്രസുകാർ മരിക്കണം ഈ നിയമം നടപ്പിലാക്കാൻ ഇവിടെ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എടുക്കേണ്ട പ്രതിജ്ഞ, ഈ ഗവൺമെന്റിനായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടമാണ് 24 തെരഞ്ഞെടുപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇവിടെ മോദിക്ക് പറ്റാൻ പോകുന്ന അപകടം വാജ്പേയിക്ക് പറ്റിയ അപകടം തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഷൈനിങ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ശ്രീ വാജ്പേയി 2004 തിരിച്ചു വരാൻ വേണ്ടി 1 വർഷക്കാലം മാധ്യമങ്ങളിൽ പരസ്യം കൊടുത്തു. ഷൈനിങ് ഇന്ത്യ 2004 തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വന്നത് വാജ്പേയി അല്ല, തിരിച്ചു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൻമോഹൻ സിംഗ് ഞാൻ പറയട്ടെ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ 24 മോദിയെ താഴെ ഇറക്കും. UPA അധികാരത്തിൽ തർക്കം നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ഈ നിയമം കാട്ടി മുസ്ലിം ജനസാമാന്യത്തെ ഭയപ്പെടുത്തി കൂടെ നിർത്താമെന്നാണ് ആലോചിക്കുന്നതെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുന്നിൽ ജീവൻ സമർപ്പിക്കപ്പെട്ട 10,000 മുസ്ലിം സഹോദരങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ട് നിങ്ങൾ ആലോചിക്കണം. അന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ജാതിയില്ല, മതമില്ല, എല്ലാവരും കൈകോർത്തുകൊണ്ട് പോരാടി സ്വാതന്ത്ര്യം നേടി. എന്നാൽ ഇന്ന് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അധികാരം അടിച്ചേൽപ്പിക്കാൻ മോദി ശ്രമിച്ചാൽ ഇന്ത്യ രാജ്യമാണ്, എക്സ്പയറി ഇല്ലാത്ത ഒന്നുമില്ല എന്ന കാര്യം മോദിയും അമിത്ഷായും ആലോചിക്കണം പറയാൻ ആഗ്രഹിക്കും. മരിക്കുന്നവരെ ഈ പോരാട്ടം ഏറ്റെടുക്കും. ഈ പൌരത്വ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ നീക്കങ്ങളെയും അതിശക്തമായി നേരിടും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് മത്സരിക്കുന്നത് 360 സീറ്റുകളാണ്. നിങ്ങൾ ആലോചിക്കണം, CPM മത്സരിക്കുന്നത് 30-ൽ താഴെ സീറ്റാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ 30-ൽ താഴെ മത്സരിക്കുന്നവർക്ക് ഇന്ത്യ ഭരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും കഴിയില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ
ഇവിടെ പൌരത്വ നിയമത്തിനെതിരെ പോരാട്ടം നടത്തിയവർക്കെതിരെ കേസെടുത്തു. എന്താ കേസിന്റെ അവസ്ഥ? 816 കേസുകളെടുത്തു. പിൻവലിച്ചതോ 117 കേസുകൾ മാത്രം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നു. ഞാൻ പറയട്ടെ മുഖ്യമന്ത്രിയോട്, അങ്ങേക്ക് ഈ പറയുന്ന കാര്യങ്ങളുടെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അങ്ങ് ആദ്യം ചെയ്യേണ്ടത് എടുത്ത കേസ് പിൻവലിക്കും മുഖ്യമന്ത്രി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പിൻവലിക്കാതെ കേരളത്തിൽ പൌരത്വ നിയമം നടപ്പിലാക്കാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞതിന്റെ ആത്മാർത്ഥത ഞങ്ങൾക്ക് സംശയമുണ്ടതുകൊണ്ട് ഞാൻ പറയട്ടെ, വരാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിയും സിപിഎം ഉണ്ടാക്കിയ അന്തർധാര എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പോരാട്ടം ഏറ്റെടുക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ 2024 ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും. ഈ നിയമം അറബിക്കടലിന്റെ ആഴത്തിൽ ഞങ്ങൾ താഴ്ത്തിക്കെട്ടും എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ എംഎൽഎ, ഊർജ്ജസ്വലനായ പ്രതിപക്ഷ എംഎൽഎ, നാളത്തെ ഇന്ത്യയിലെ അത്യുജ്വലനായ ഭരണകക്ഷി എംപി ആവാൻ പോകുന്ന കടത്തനാടിന്റെ മണ്ണിൽ നിന്നും ഉജ്ജ്വലമായി ജയിച്ചു കയറാൻ പോകുന്ന ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഞാനൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാഘവേട്ടന്റെ പ്രസംഗത്തിന് ശേഷം ഈ വിഷയത്തിൽ ഇനി കോഴിക്കോട് അങ്ങാടിയിൽ, കോഴിക്കോട് ബീച്ചിലൊരു പ്രസംഗം വേണ്ട. ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, 32 തവണ ശബരിമലയിൽ പോയൊരു മനുഷ്യൻ, എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണനെ തൊഴാൻ പോകുന്ന ഒരു മനുഷ്യൻ നെഞ്ച് നിവർത്തി പറയുന്നു, എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഇതിവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഞാന് നരേന്ദ്രമോദിയോടും അമിത്ഷാമാരോടും പറയുന്നു, നിങ്ങള് വർഗീയത പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ രാഘവേട്ടന്മാരെ കണ്ടിട്ടില്ല എന്ന് കോഴിക്കോട് പറയുന്നുണ്ട്. ഇതുപോലത്തെ ഏട്ടന്മാരുള്ളിടത്തോളം കാലം ഈ രാജ്യത്തെ കീറി മുറിക്കാൻ നിങ്ങൾ എന്ത് വിഭാഗീയ വിജ്ഞാപനങ്ങൾ കൊണ്ടുവന്നാലും സാധിക്കില്ലെന്ന് കോഴിക്കോടിന്റെ കടപ്പുറം ഇന്ത്യയോട് ഉറക്കെ വിളിച്ചു പറയുമ്പോ എന്താ അതിനേക്കാൾ വലിയൊരു പ്രസംഗം വേണ്ടത്? അതിനേക്കാൾ കൂടുതൽ എന്താ ഇവിടെ പറയേണ്ടത്? അതിനേക്കാൾ കൂടുതൽ ആരാ ഇവിടെ പറയേണ്ടത്? ഞാൻ പറയുന്നു, കോഴിക്കോട്ടുകാരുടെ പുണ്യമാണ് MK രാഘവൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നു, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ അസറ്റാണ് MK രാഘവൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നു, 15 വർഷം ഇടതടവുകളില്ലാതെ ഈ മണ്ണിലെ ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച തിരമാലകൾ കണക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും കയറിയിറങ്ങിയിരുന്ന പ്രിയങ്കരനായ രാഘവേട്ടൻ, ആ രാഘവേട്ടൻ ഇവിടെ നിന്ന് പറയുന്ന വാക്കുകൾ, ഞാൻ പറയുന്നു, അതാണ് ഇന്ത്യ, അതാണ് ഈ രാജ്യം. അത് നരേന്ദ്രമോദിക്ക് മനസ്സിലാവില്ല, അത് അമിത്ഷാക്ക് മനസ്സിലാവില്ല, അത് പക്ഷേ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ കൂടുതൽ ഒന്നും ഇവിടെ പറയാനില്ല. രാഘവേട്ടന്റെ പ്രസംഗത്തിൽ കൂടുതൽ ഒന്നും ഈ വിഷയത്തിൽ ഇവിടെ പറയാനില്ല. ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രശ്നമാണ്, ഇത് ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രശ്നമാണ്, ഇത് ഈ രാജ്യത്തിന്റെ സാഹോദര്യത്തിന്റെ പ്രശ്നമാണ്. അത് കാക്കാൻ വിശ്വാസിയായ ഹൈന്ദവനായ ഞാൻ മുന്നിൽ നടക്കുമെന്ന് പറയുന്ന ഈ നേതാവ് തന്നെയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ നാടിനു വേണ്ടി ശബ്ദിക്കേണ്ടത്. അത് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ വേറെ ഒന്നും ഇപ്പൊ പറയുന്നില്ല, വടകരക്കാരിയൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഇത് അതിനൊന്നുമുള്ള വേദിയല്ല, ഇത് അതിനൊന്നുള്ള വേദിയല്ല. ഇത് ഈ രാജ്യത്തിന്റെ ഗൌരവമായ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ എത്തിച്ചേർന്ന ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ ജനപ്രതിനിധി നെഞ്ചിൽ തട്ടി പറയുന്ന വാക്കും ഉറപ്പും നമ്മൾ ഹൃദയമന്ത്രം പോലെ ഏറ്റെടുക്കുന്ന വേദിയാണ്. ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. നിങ്ങളോടെല്ലാവരോടും ഒരുപാട് സ്നേഹം. ഒരുപാട് തവണ കോഴിക്കോട് വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വടകര പോയിട്ടുണ്ട്, ഒരുപാട് തവണ തലശ്ശേരി പോയിട്ടുണ്ട്, കൂത്തുപറമ്പിൽ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു നിയോഗം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ വേറൊന്നും പറയുന്നില്ല, ഒറ്റ വാചകം മാത്രം, ഈ കാണുന്ന കടലിൽ ഞാനും അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു.